UDF ഹെൽത്ത് കമ്മീഷൻ സംഘടിപ്പിക്കുന്ന ഹെൽത്ത് കോൺക്ലേവ് നാളെ നടക്കാൻ പോവുകയാണ്. അതിൻ്റെ തയ്യാറെടുപ്പൊക്കെ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു മുന്നണി, രാഷ്ട്രീയ മുന്നണി പ്രത്യേക താല്പര്യമെടുത്ത് സാങ്കേതിക വിദഗ്ധരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ഹെൽത്ത് കോൺക്ലേവ് നടത്തുന്നത്. ഞാൻ എൻ്റെ ചെയർമാനാണ് UDF ഹെൽത്ത് കമ്മീഷൻ്റെ. എൻ്റെ ഒപ്പം ഡോക്ടർ അജിതയും ഡോക്ടർ ബഷീറുമുണ്ട്. അവർ കമ്മീഷൻ അംഗങ്ങളാണ്. ഇതൊരു 5 അംഗ കമ്മീഷനാണ്. കേരള ആരോഗ്യരംഗത്ത് ഒരു പൊതുവെയുള്ള ഒരു അഴിച്ചുപണിയുടെ ആവശ്യമുണ്ട്. അതുപോലെ ഒരു നവീകരണത്തിൻ്റെ ആവശ്യമുണ്ട്. അതാണ് നാളെ നടക്കാൻ പോകുന്ന ഈ കോൺക്ലേവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യം. വളരെ ഫലപ്രദമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്ന കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖല ഇന്ന് ചില ചാലഞ്ചസ് നേരിടുകയാണ്. അതിൻ്റെ കാരണം അന്വേഷിക്കാനും പറ്റുമെങ്കിൽ ഫലപ്രദമായ പരിഹാരമാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കുവാനുള്ള ഒരു സമഗ്രമായ പരിപാടിയാണ് ആരോഗ്യ ഹെൽത്ത് കമ്മീഷൻ കൊണ്ട് UDF ഉദ്ദേശിക്കുന്നത്. ഈ ഡോക്യുമെൻറ്റിലൂടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും മുതിർന്ന സ്ത്രീകളുടെയും ആരോഗ്യ പ്രശ്നങ്ങൾ മാക്സിമം കവർ ചെയ്യാനും അതിന് മാക്സിമം പരിഗണന നൽകുവാനും അതേപോലെ തന്നെ പാർശ്വവൽക്കപ്പെട്ട ജനങ്ങളുടെയും ആരോഗ്യനിലയിൽ ഉന്നതി കൊണ്ടുവരുവാനുമുള്ള ശ്രമങ്ങൾ ഞങ്ങൾ മാക്സിമം ചെയ്യും. അതിന് വേണ്ടിയിട്ടുള്ള മാക്സിമം ഇൻപുട്സ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു കോൺക്ലേവ് നടത്തുന്നത്. ആരോഗ്യമെന്ന് പറയുമ്പോൾ രോഗങ്ങൾ ചികിത്സിക്കുന്നത് മാത്രമല്ല, രോഗങ്ങൾ വരാതിരിക്കാനും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ഭക്ഷണം എന്താണ്, എങ്ങനെ കഴിക്കണം, അത് നമുക്ക് ജനങ്ങൾക്ക് എങ്ങനെ ലഭ്യമാക്കാം, വ്യായാമത്തിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക, മറ്റ് പ്രതിരോധ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക, അങ്ങനെ ആരോഗ്യമുള്ളൊരു ജനതയെ സൃഷ്ടിക്കുവാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യണം, ഇത്തരം കാര്യങ്ങളും കൂടുതൽ ചർച്ച ചെയ്യുവാനും പഠിക്കുവാനും പ്രായോഗിക നിർദ്ദേശങ്ങൾ നൽകുവാനും ഈ കോൺക്ലേവ് ശ്രമിക്കുകയാണ്. കഴിഞ്ഞ 1.5 മാസത്തെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിരിക്കും നാളെ ഞങ്ങളുടെ അവതരിപ്പിക്കുന്നത്. ഒരുപാട് മേഖലകളെ സ്പർശിച്ചാണ് ഞങ്ങൾ ഈ പരിപാടി നടത്തുന്നത്. ഒരുപാട് ചർച്ചകളുണ്ടായിരുന്നു. ജനപ്രതിനിധികളുമായിട്ട്, ശാസ്ത്രജ്ഞരുമായിട്ട്, സാധാരണ ജനങ്ങളുമായിട്ട്, രോഗികളുമായിട്ടൊക്കെ ഞങ്ങൾ ഒരുപാട് ചർച്ചകൾ നടത്തി. ഞങ്ങളെല്ലാം ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്. കേരളത്തിലെ ആരോഗ്യരംഗത്തെപ്പറ്റി ഞങ്ങൾക്ക് ഏകദേശം ധാരണ ഉണ്ടായിരുന്നെങ്കിലും ഇത്തരം വളരെ ആഴത്തിലുള്ള ചർച്ചകളിലൂടെ ഒരുപാട് പുതിയ പ്രശ്നങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞു. ഒരുപാട് നന്മകളും കേരളത്തിലുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ ജനതയുടെ ആരോഗ്യ അവബോധവും ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും അതും ശ്രദ്ധിക്കപ്പെട്ടു. എന്തായാലും നാളെ വളരെ വിജയകരമായി ഈ കോൺക്ലേവ് നടക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. നമസ്കാരം.